ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുമായിട്ട് ഓണം എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മലയാളം എക്സാമാണ്. നല്ല അക്ഷരത്തെറ്റില്ലാതെ എല്ലാം വായിച്ചിട്ട് ഉത്തരം എഴുതുക. സമയമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോവാട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കുറേ നിർദ്ദേശങ്ങൾ കിട്ടും. അപ്പോൾ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് ഉത്തരം അക്ഷരത്തെറ്റില്ലാതെ വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം 1. കൊന്നമരത്തിൽ സ്വർണം വിളങ്ങുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളി പോക്കുവെയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റെ കണ്ടു വിഷുക്കണി എത്രയോ നോണവും മുണ്ടു പലകുറി എന്നിട്ടും നിന്നിൽ തുടിക്കുമി നിഷ്കളങ്കത വൃത്തി എന്നിരി തിളച്ചു മറിഞ്ഞില്ല. എന്താണ്, അക്കിത്തത്തിൻ്റെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കൊന്ന മരത്തിൽ സ്വർണം വിളയിക്കുന്ന മാസം ഏത്? എന്താണ് എന്താണ് മേടമാണ് കേട്ടോ. എന്തിലാണ് പൂമ്പാറ്റകൾ മുങ്ങിക്കുളിക്കുന്നത്? എന്തിലാണ്? അതുപോലെ ഈ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിലാണ് പൂമ്പാറ്റകൾ മുങ്ങിക്കുളിക്കുന്നത്? പോക്കുവെയിലോളത്തിലാണ് അല്ലേ. ഇനി ഇതിന് ആസ്വാദനം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ അക്കിത്തം നമ്പൂതിരിപ്പാടിൻ്റെ ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൊന്നമരത്തിൽ സ്വർണം വിളയുന്ന പുണ്യം കാലങ്ങളിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേടമാസത്തിലെ വിഷുവിന് സ്വർണ്ണ നിറത്തിൽ പൂക്കുന്ന കൊന്നപ്പൂവിനെ കുറിച്ചിട്ടുമാണ്. പോക്കുവെയിൽ ആസ്വദിക്കുന്ന പൂമ്പാറ്റയോട് വിഷുവിനെക്കുറിച്ചും താൻ ഉണ്ട ഓണത്തെക്കുറിച്ചിട്ടും പറയുകയാണ് കവി. വളരെ ലളിതമായ ശൈലിയും ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള രചനയും പ്രയോഗശൈലിയും ആണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ല ആസ്വദിച്ച് നിങ്ങൾക്ക് എന്ത് കവിത തന്നാലും അത് നല്ല ആസ്വാദനം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. എഴുതിയ ആളെക്കുറിച്ച് എഴുതുക, എന്നിട്ട് അതിലുള്ള അർത്ഥങ്ങൾ വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കഴിയും. അടുത്തത് ജീവചരിത്രക്കുറിപ്പാണ്. ആധുനിക കവിത്രയത്തിൽ ഒരാൾ ഹിൻസ് തന്നിട്ടുണ്ട് അല്ലേ, ഓരോ പോയിന്റ് തന്നിട്ടുണ്ട്. കലാമണ്ഡലം സ്ഥാപിച്ചു, സാഹിത്യമഞ്ജരി, കൊച്ചു സീത, അച്ഛനും മകളും, ചിത്രയോഗം മഹാകാവ്യം, വെട്ടുത്തുനാട്ടിൽ 1878 കേരള വാൽമീകി. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വള്ളത്തോൾ നാരായണമേനോനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമായ വള്ളത്തോൾ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരളവല്ലായ്മയിൽ നിന്നും എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. കേരള വാൽമീകി എന്ന് കേട്ടോ, വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു. 1980 ഒരു രോഗബാധിതയെ തുടർന്ന്, അക്ഷരത്തെറ്റുണ്ടാവും, അത് ശ്രദ്ധിക്കേട്ട, രോഗബാധിതയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബദിലവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇന്ത്യയിൽ കരച്ചിൽ, ഗണപതി, കൊച്ചു സീത, അച്ഛനും മകളും, കാവ്യാമൃതം, ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. കവി തിലകൻ തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1958 മാർച്ച് 13 79-ാം വയസ്സിൽ അന്തരിച്ചു. ഇനി വല്ലതു തരൂ മണ്ഡലം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. വല്ലിതരുമണ്ഡലം എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. വള്ളികളാൽ പറ്റിനിൽക്കുന്ന കാഴ്ചകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് വല്ലിതരുമണ്ഡലം എന്നതിൽ അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം. അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു. ഈ വരികളിലൂടെ ഷോളയാർ വനത്തിലെ ആകർഷണീയതയെ നമുക്ക് തിരിച്ചറിയാനാവും. ആ പാഠഭാഗത്തിലെ ആശയം ചോർന്നു പോകാതെ വർണ്ണന തയ്യാറാക്കുക അല്ലേ. ഈ പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഈ പാഠഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. അന്ന് ആദ്യമായി ആ അത്ഭുതം ഞാൻ കേട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ്. മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങൾ ആയിരുന്നു. ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ മനോഹര ദൃശ്യമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി എന്ന് തോന്നുന്നത് വെറും ഒരു പ്രതിഭാസം മാത്രമാണ്. ഇവിടെ അത്രയും പൂമ്പാറ്റകളുടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പോക്കുവെയിൽ ഏൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മരങ്ങളിലെ പച്ചയിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലും എല്ലാം പോക്കുവെയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത്. വള്ളത്തോൾ സന്ധ്യാസമയത്ത് കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുകയാണ്. അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ഏതാണ് അതിൻ്റെ? എന്താണ്? ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി ബി, ഇടശബ്ദം ചേർത്ത് മാറ്റി ഇടശബ്ദമില്ലാതെ എഴുതുക. മാതൃക മണ്ണിൻ്റെ അടരുകളിൽ എന്ന് പറഞ്ഞത് മണ്ണടരുകളിൽ നിന്നായി അല്ലേ? കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം അല്ലേ? അത് നമ്മളെങ്ങനെ ഇടശബ്ദമില്ലാതെ എഴുതാം? മൃദുമന്ത്രണം അല്ലേ? മൃദുമന്ത്രണം, മൃദുവായ മന്ത്രണം, മൃദുമന്ത്രണം. മാതൃക പോലെ ഇടശബ്ദമില്ലാതെ എഴുതുക എന്നാണ്. മൃദുവായ മന്ത്രണം, മൃദുമന്ത്രണം. നിങ്ങൾ ധാരാളം പൂമ്പാറ്റകളെ ദിവസവും കാണാറുണ്ടല്ലോ. പൂക്കൾ ധാരാളം ഉണ്ടെങ്കിൽ പൂമ്പാറ്റകളും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈസി അല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പുഴകൾ മലിനമാകുമ്പോൾ കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ സൗഭാഗ്യങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയാണ് മനുഷ്യർ അല്ലേ? എന്താണ്? പുഴകൾ മലിനാക്കുക, കുന്നുകൾ ഇടിച്ച് നിരത്തുക, ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? ആ ബിൽഡിങ്ങുകളും പുതിയ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുവോ? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ അഭിപ്രായക്കുറിപ്പ് എഴുതാമെന്ന് നോക്കാം. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രകൃതിയെ ഉപയോഗിക്കരുത്. പ്രകൃതി നമുക്ക് ഒരു വരദാനമാണ്. അതിനെ നിലനിർത്തുകയാണ് നാം വേണ്ടത്. നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് മലകളും കുന്നുകളും പൂക്കളും നമ്മൾ സംരക്ഷിക്കേണ്ടത് അപേക്ഷിതമാണ്. അതുപോലെ തന്നെ ജീവൻ്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലകങ്ങളും കാടുകളും മേടുകളും പുഴകളും എല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാനും വരും തലമുറയ്ക്ക് ആസ്വദിക്കാൻ കാത്തുവെക്കാനും സാധിക്കുകയുള്ളൂ. ഇത്രയുള്ള വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.